ഗായ്സ്, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് റെഡിയായിട്ട് ഇറങ്ങിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അൽസാജ് വെച്ചിട്ടാണ് മാരേജ് നടത്തുന്നത്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിൽ എൻ്റെ ഹസ്, ഞാൻ, അമ്മ, പിന്നെ ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അൽസാജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടോളൂ. ഗായ്സ്, യൂട്യൂബർ താരം അടുത്തത്. താരങ്ങളെ തട്ടി നടക്കാൻ വയ്യ. ഹായ് മാമി, വാ. എൻ്റെ അമ്മായിയമ്മയെ കണ്ടു. ഗൈസ് ഭയങ്കര ബിസിയാണ്, ഇന്ന് കിട്ടത്തൊന്നുമില്ല. ഞാൻ കുറച്ച് യൂട്യൂബേഴ്സ് നമ്മളെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ യൂട്യൂബേഴ്സിനെ കാണിച്ചു തരാം. നമ്മുടെ പടിപ്പുര ചേട്ടൻ എന്നറിയപ്പെടുന്ന ചേട്ടൻ, ഞാൻ വിചാരിച്ചു വലിയ ആരോ ആണെന്ന്, പക്ഷെ ആരുമില്ല ഗൈസ്, ചെറിയ പയ്യനാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പടിപ്പുര ചേട്ടൻ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോളും. വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ പടിപ്പുര ചേട്ടൻ അഖിൽ ഡുഡേ. ഇതാണ് എൻ്റെ ബ്രദർ. ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ ചേട്ടൻ എവിടെയാണെന്ന് അറിയില്ല. ഇത് ഇതാ നമ്മൾക്ക് മണിക്കൂറുകൾ എടുത്താണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നിട്ടുള്ളത്. ഗൈസ് കണ്ടോ, ഭയങ്കര ലുക്കാണ്. ഞാനും അങ്ങനെയാണ് ഗൈസ്. ഇത് നമ്മുടെ 2 ഓമനകളാണ്. എൻ്റെ മോളാണെങ്കിൽ പൂ പോലും വെക്കത്തില്ല, ഇടഞ്ഞിരിപ്പുണ്ട്. ഇത് നമ്മുടെ മൃദുലയാണ്. ഗൈസ്, എൻ്റെ ഫാമിലി മൊത്തം സുന്ദരി മണികളാണ് കേട്ടോ, ഞാൻ ഒഴിച്ചു. എൻ്റെ വീഡിയോഗ്രാഫർ ചേച്ചിയുടെ മോനാണ് കേട്ടോ. ഹായ്, ഇതാണ് നമ്മ സുമ ചേച്ചി. എല്ലാമായ സുമ ചേച്ചി. ഇതുപോലെ ഒരു ചേച്ചി നമുക്ക് കിട്ടില്ല ഗൈസ്. അടുത്ത് നമ്മുടെ ഡോക്ടറായിട്ടുള്ള ഒരു കൊച്ചിനെ കാണിച്ചു തരാം. ഗൈസ്, അടുത്ത ഡോക്ടർ ആവാൻ പോവാണ് ഗൈസ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, റിയലി സത്യം. ഇതാണ് താരത്തിന്റെ സ്വന്തം ചേച്ചി. കണ്ണിൽ ഓമനായ എന്തെന്ന് പറയാ, കണ്ണിലുണ്ണിയായ ചേച്ചി. ഇതുപോലൊരു ചേച്ചി എവിടെയും കിട്ടില്ല കേട്ടോ. ഇതിന്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല, നമ്മൾ ഒരു വെളുത്തു പോകും, അതുകൊണ്ട് നിൽക്കാൻ പറ്റൂല. വെള്ളപ്പാണ്ടാണ് ഗൈസ്. ഇത്രയൊക്കെ പുകഴ്ത്തിയാൽ മതിയാ? മതി മക്കളെ, മതി. ഇതാണ് ചേച്ചിയുടെ എല്ലാമായ ഹസ്. കൈ മാത്രം കാണിക്കുന്നു. ഓമനി, അപ്പേരോട് ഫോട്ടോ എടുക്കോ? ഫേമസ് ആക്കൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഫേമസ് ആക്കും ഗൈസ്. കല്യാണ ആലോചനകൾ ക്ഷണിക്കുന്നു. പയ്യനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്. സിംഗിളാണ് ഗൈസ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഗൈസ്. അസിനെ കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബിസിയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ഭയങ്കര ബിസി ആയിരിക്കും. ഇത് നമ്മുടെ ഷിജു ചേട്ടൻ, ഞാൻ ഇന്നലെ ഹൽദി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞ ചേട്ടനാണ്. ഇത് നമ്മുടെ ബൈജു ചേട്ടൻ, എല്ലാമായ ബൈജു ചേട്ടൻ. ഓടി നടക്കുന്നു ഗൈസ്, തളർന്നു പാവങ്ങൾ. അല്ല ചേട്ടാ, ചേട്ടൻ തളർന്നില്ല. ചേട്ടാ, അമ്മുവിനെ പറ്റി ഒരു വാക്ക് പറ. അത് തന്നെ ചേട്ടൻ പറഞ്ഞേ. ചേട്ടൻ പറ. അനിയത്തിയല്ലേ? 4 അക്ഷരം. അങ്ങോട്ട് ചേട്ടന് മിസ് ചെയ്യോ അവളെ? സങ്കടം വരുമോ? പൊട്ടിക്കരയോ ഒന്ന് മനുഷ്യ? കരയാൻ തോന്നുന്നു. അയ്യോ,
മറ്റേതെടുത്ത് ഇട്ട് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ ചേട്ടൻ ഫ്രീക്ക് ഡാൻസ്. ഇന്ന് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കളിപ്പിക്കാം. ഈ പെണ്ണിനെയൊക്കെ കളഞ്ഞു വിട്ടിരുന്നു. പെണ്ണിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഡാൻസ് എടുക്കാം ഗൈസ്. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ സാറാണ്. നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചേട്ടൻ തരൂല. പ്രൊഡ്യൂസർ ചന്ദ്രകുമാർ സാർ. എന്റെ ചേട്ടൻ ഗൈസ്, നിങ്ങൾക്ക് അറിയില്ല, ഇത് എന്റെ ഒരേ ഒരു ചേട്ടൻ ഗൈസ്. ചേട്ടന്റെ ചേട്ടനാണ് ഗൈസ്. അതല്ല, ചേട്ടന്റെ ചേട്ടൻ ഗൈസ്. ഇത് എന്റെ 2 ബ്രദർ ഗൈസ്. ഒന്നിനെ കാണാനില്ല. അതല്ല, ഇത് അച്ഛൻ ഗൈസ്. എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കുന്നു ഗൈസ്. ഇത് വന്നിട്ട് എന്റെ അച്ഛൻ. ഇത് ചേട്ടന്റെ ചേട്ടൻ പ്രൊഡ്യൂസർ ചന്ദ്രകുമാർ സാർ. ഇത് 2. ഇതാണ് എന്റെ മൂത്ത ബ്രദർ. 2ാമത്തെ ബ്രദറിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ണാടി വെച്ച് ഗൈസ്. ഇനി എന്ത് വേണം? ഫ്രീക്കൻ ഡാൻസ് നിങ്ങൾ കണ്ടു കാണും. ഹൽദി ഒരു രക്ഷയില്ല. നിങ്ങൾ കാണും ഗൈസ്. കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കാണണം. നമുക്ക് വൈറലാക്കണം. സിനിമ നിർമ്മാതാവാണ് പറഞ്ഞല്ലേ. ചേട്ടൻ 2-3 സിനിമകൾ പറഞ്ഞു കൊടുക്കും. ഡോൺ സിംഹാസനം 40 വർഷമായി സിനിമാ ഫീൽഡില് ആണ് ഗൈസ്. പിന്നെ എന്ത് വേണം? ഓക്കേ, ഹായ് 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 ബൈ ബൈ. ബൈ. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. वैभोगमे लक्ष्मी कल्याण वैभोगमे கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् माङ्गल्यं तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् विष्णु मंगलम गणपतिज मंगलम पुंडरीकाक्ष मंगलाय तनो
ஏற்றமாம் பசும் பாலிட்டார் பன்னீரில் கங்கை ஜலம் கொணர்ந்து பாதத்தை தொட்டலம்பினாள் ஆலத்தி உண்டை சுற்றினார் அங்கே 5 தீபங்கள் ஏற்றினார் கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே माङ्गल्यं तन्तुनानेन मम जीवनहेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् माङ्गल्यं तन्तुनानेन मम जीवनहेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनो பூஞ்சலில் பூரித்து பூஷணங்கள் தரித்து ஈஸ்வரனாரிடத்தில் നമ്മൾ അമ്മുന്റെ കസിൻസ് ആണ് ഗൈസ്. കല്യാണം കഴിഞ്ഞു. ചിക്കൻ്റെ അളിയാണ്. tam 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 இந்திராணி அம்மன் பாதத்தை தொட்டு ஏற்றமாம் பசும் பாலிட்டார்
മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ് മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ് മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ ഹലോ ഗായ്സ്, നമ്മൾ മാളമ്മ ഇവിടെ നമ്മളോട് ഉണ്ട് ഗായ്സ്. അടുത്ത് നമ്മൾ റിസപ്ഷനിൽ പോവുകയാണ് ഗായ്സ്. ചേട്ടൻ മസിൽ പിടിച്ചിരിക്കുന്നു ഗായ്സ്. എന്ന് വെച്ചാൽ നോക്കാൻ സമയമില്ല, ഡ്രൈവ് ചെയ്യാണ്. നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കാം. ഗൈസ്, ഇപ്പോഴാണ് ഋതു ഒന്ന് എനർജി ആയി വന്നത്. അപ്പോൾ ആൾ ചിരിക്കുന്നുണ്ട്, ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് പയ്യൻ്റെ വീട്. അപ്പോൾ നമ്മൾ ആദ്യം പയ്യൻ്റെ റിസപ്ഷൻ വീട്ടിൽ വെച്ചല്ല, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതുകൊണ്ട് പയ്യൻ്റെ വീട് ആദ്യം കണ്ടിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലിട്ട് പോവും. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ അമ്മു എല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഷമ്മി ചേട്ടൻ എല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ അമൽ ചേട്ടനാണ് ഗൈസ് കുട്ടി അടിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഭയങ്കര പരിചയമുള്ള പോലെ. ആതിരിക്ക് ചേട്ടനാണ് അടിച്ചു കൊടുക്കുന്നത്. സത്യം പറ. പിന്നെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഏതായാലും അമ്മു മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഓഡിറ്റോറിയത്തിൽ എത്തത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ കൃഷ്ണനും രാധയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുങ്ങി പോകുന്ന ഒരിതാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം
അറിയില്ല, പക്ഷേ ഇന്ന് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ആനയും എല്ലാം ഉണ്ടായിരുന്നു, ചെണ്ടമേളം, ആന, കുഞ്ഞു പിള്ളേരെ ഒരുക്കിക്കൊണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഞാൻ കുഞ്ഞു പിള്ളേർ പോകുന്ന ആ വീഡിയോ എടുത്തില്ല കേട്ടോ, അത് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം മേളിലൊക്കെ പോയി കഥകളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം അവിടെ ഇരുന്ന് സംസാരിച്ച് ട്രോള് കാര്യങ്ങളെല്ലാം, ചേട്ടൻ, ചേച്ചി, എൻ്റെ ചേട്ടൻ എല്ലാവരും കൂടെ എന്തോ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പക്ഷേ അവരെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അവർ കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പി മൂഡാണ്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന ഹാളിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇത് നൂഡിൽസിന് അവർ ചെയ്യുന്നതാണ്. തീയൊക്കെ പറക്കും കേട്ടോ ഗൈസ്. പക്ഷെ നമ്മൾ വല്ലതും അവിടെ പോയി നിന്നാൽ വെളുത്തിട്ട് പാറാം ഗൈസ് ആ തീയിൽ. അങ്ങനെ നമ്മൾ റിസപ്ഷൻ വരുന്നത് അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അമ്മുവിനെ കാണാൻ പോവാണ്. അപ്പോൾ അമ്മു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തു. അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫോട്ടോയാണ്, ഫാമിലി ഫോട്ടോ. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ അവർക്കുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ മടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.